അധ്യാത്മരാമായണം ആരണ്യകാന്ഡം ജടായുഗതി. സീതാദേവിയെ തിരഞ്ഞു രാമ ലക്ഷ്മണന്മാർ വനത്തിൽ നടക്കുമ്പോൾ ഒരിടത്ത് തേരിൻ്റെ തകർന്ന ഭാഗങ്ങളും ശരങ്ങളുടെ ശകലങ്ങളും കണ്ടു. അകലത്ത് നിലത്തായി ഒരു ഭീമരൂപവും കണ്ടു. സീതയെ കൊന്നവനെന്ന് ധരിച്ച് കൊല്ലുവാനായി അടുത്തു രാമാദികൾ. ഇത് മനസ്സിലായ ജടായു ഭയത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ബന്ധുവും ഭക്തനുമാണ്. ദശമുഖൻ ദേവിയെ കൊണ്ടുപോകുമ്പോൾ തടഞ്ഞതാണ് എൻ്റെ ഈ അവസ്ഥയുടെ കാരണം. ശ്രീരാമദേവനെ കണ്ട് മാത്രമേ മരിക്കാവൂ എന്ന് ദേവി എനിക്ക് വരവും തന്നു. ഇത് കേട്ട ശ്രീരാമൻ നനഞ്ഞ കണ്ണുകളോടെ ജടായുവിനെ തലോടി. രാവണൻ പോയ ദിശയും എല്ലാം തന്നെ വിശദമായി ജടായു പറഞ്ഞു. അങ്ങയുടെ തിരുമുഖം കണ്ടുവേണം മരണമെന്നും മനസ്സിൽ എപ്പോഴും ആ കോമള രൂപം ഉണ്ടാകാനും എൻ്റെ ആഗ്രഹമായിരുന്നു. തൃക്കരങ്ങൾ എന്നെ ഒന്ന് തൊടുവാനും അപേക്ഷിച്ചു ജടായു. അപ്രകാരം ശ്രീരാമൻ തലോടിയപ്പോൾ ജടായുവിൻ്റെ ആത്മാവ് ദേഹം വെടിഞ്ഞു. ശ്രീരാമൻ അശ്രുക്കൾ പൊഴിച്ചു പിതാവിൻ്റെ മിത്രമായ ജടായുവിൻ്റെ ദേഹ സംസ്കാരവും ഉദക ക്രിയകളും ലക്ഷ്മണനൊപ്പം ഭംഗിയായി നടത്തി. ശ്രീരാമ അനുഗ്രഹത്താൽ ജടായുവിൻ്റെ രൂപം ദിവ്യവിമാനത്തിൽ ഉയരത്തിൽ പ്രശോഭിതമാകുകയും വിഷ്ണു പാർഷദന്മാരാൽ പൂജിക്കപ്പെട്ട് ശോഭിച്ചത് കണ്ട് ജടായുവിനെ മുനിമാരും സ്തുതിക്കുകയുണ്ടായി. ജടായുവിൻ്റെ ആത്മീയ രൂപം അപ്പോൾ ശ്രീരാമദേവനെ സ്തുതിക്കുവാൻ തുടങ്ങി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തെരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രജാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാരാനി. തൻവാങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാമവർ കൊന്നാരോ പക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനി കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിഞ്ഞാശു തന്നീട് എന്ന് അതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമെത്രയും തവതാതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു ഭക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്ന നേരം അറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും. അപ്പോൾ കുഷ്ഠവേദനയോടു ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കൊണ്ടൊഴിഞ്ഞു മരിയായെന്നിന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺപാർക്കേണമെന്നെ കൃപയാ കൃപാനീതേ. തൃക്കഴലീണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ. ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നൂതൻ
തൃക്കൈകൾ കൊണ്ടു തലോടിനാനവനുടൽ. ദുഃഖാശ്രുപ്ലൂത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീയെല്ലാം എന്നതു കേട്ട് ചൊല്ലിനാൻ ജടായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ. നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിക്കാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാലഹം. പുണ്യപുരുഷ പുരുഷോത്തമ ദയാനിധേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി സന്തതം അന്തർഭാഗെ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളം അഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേൻ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക കുസുമ സമതൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണം എന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാവതി അതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീട് നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാലർണോജനേത്രൻ പിതൃമിത്രമാം ഭക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തു ഉത്സംഗസീമ്നി ചേർത്തിട്ടുത്തരകാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചു ദഗക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിത്രാർത്ഥമായി പക്ഷികളവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരീ സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനം ആരൂഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടോരു ജടായുവും ശങ്കാരി ഗദാ പത്മ മകുട പീതാംബരാദ്യങ്കിതരൂപം പൂണ്ടു വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ട മുനികളാൽ തേജസാ സകല ദിഗ്വാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടും ഉയരെ കുപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.